താനൂരിൽ മത്സരിക്കില്ലെന്ന വി അബ്ദുറഹ്മാന്റെ സമ്മർദ്ദ തന്ത്രങ്ങൾക്ക് മുന്നിൽ കീഴടങ്ങി സിപിഐഎം. താനൂരിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച അബ്ദുറഹ്മാനെ തിരൂരിലേക്ക് മാറ്റി. സ്വന്തം നാട്ടിൽ മത്സരിക്കാൻ എല്ലാവർക്കും ആഗ്രഹമുണ്ടാകുമെന്ന് വി അബ്ദുറഹ്മാൻ. തിരഞ്ഞെടുപ്പ് തീയതി വന്ന് മണിക്കൂറുകൾക്കകം വി അബ്ദുറഹ്മാനെ താനൂരിൽ എം വി ഗോവിന്ദൻ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചെങ്കിലും അദ്ദേഹം പ്രചാരണത്തിനിറങ്ങിയില്ല. മറ്റു മണ്ഡലങ്ങളിലെ ഇടതു സ്ഥാനാർത്ഥികൾ റോഡ് ഷോകളുമായി നിരത്തിലിറങ്ങിയപ്പോൾ അബ്ദുറഹ്മാൻ സോഷ്യൽ മീഡിയ ഉൾപ്പെടെ പൂട്ടി വീട്ടിലിരുന്നു. അബ്ദുറഹ്മാനെ താനൂരിൽ തന്നെ ഇറക്കാൻ നേതാക്കൾ നടത്തിയ ഇടപെടലുകൾ മുഴുവൻ പരാജയപ്പെട്ടു. സ്വതന്ത്രനായ അബ്ദുറഹ്മാൻ എവിടെ മത്സരിക്കുമെന്ന് അദ്ദേഹം തന്നെ തീരുമാനിക്കട്ടെ എന്ന് എം വി ഗോവിന്ദൻ. അബ്ദുറഹ്മാൻ എവിടെയാണ് മത്സരിക്കേണ്ടത് എന്ന് അബ്ദുറഹ്മാൻ സ്വതന്ത്രനല്ലേ, സ്വതന്ത്രമായി അത് കുഴപ്പമില്ല. അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റത്തിന് വിധേയമാവാതെ എന്തെങ്കിലും ലോകത്തുണ്ട് അബ്ദുറഹ്മാൻ മത്സരിക്കുന്നു തന്നെയാണ്. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിനു ശേഷം ആദ്യമായി മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ട അബ്ദുറഹ്മാന്റെ പ്രതികരണം ഇങ്ങനെ: എല്ലാവർക്കും സ്വന്തം നാട്ടിലൊന്നും മത്സരിക്കാൻ ആഗ്രഹം ഉണ്ടാവില്ല. തിരൂരിന്റെ ഞങ്ങളുടെ നാട് വർഷങ്ങളായി പിന്നോക്കാണ്. അപ്പോൾ നിർബന്ധമായും തിരൂരിന്റെ വികസനം അത് ഞങ്ങളുടെ ലക്ഷ്യമാണ്. തിരൂർക്കാരൻ എന്നുള്ളതിൽ അത് നിർവഹിക്കുക എന്നുള്ളതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ആദ്യഘട്ടം CPM സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാതിരുന്ന മലപ്പുറത്തെ മറ്റു മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികളായി. കോട്ടക്കലിൽ K പ്രീതിയും കൊണ്ടോട്ടിയിൽ ഡോക്ടർ P ജിജിയും മത്സരിക്കും. 24 മലപ്പുറം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.